കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്തശീലരും ആരോഗ്യവാന്മാരും ആയിരിക്കും. സൗമ്യമായ കണ്ണുകൾ, നീണ്ടുയർന്ന നാസിക, ശാന്തമായ മുഖഭാവം, വിനീതമായ പെരുമാറ്റം ഇവയെല്ലാം തന്നെ കാർത്തിക നക്ഷത്രജാതരുടെ പ്രത്യേകതയാണ്. ശാന്തശീലമാണ് ഇവർ ഇഷ്ടപ്പെടുക എങ്കിൽ കൂടി നക്ഷത്രദേവത അഗ്നിയായതുകൊണ്ട് തീക്ഷ്ണമായി പെരുമാറുവാനും ഇവർക്ക് വിരുതു കൂടും. മേടക്കൂറിൽ ഉൾപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരിൽ അല്പം പരുക്കൻ മട്ടും ശൗര്യവും വീര്യവും ഏറി നിൽക്കും. ഇടവക്കൂറിലാകട്ടെ വിനയവും മൃദുശീലവുമാകും മുന്നിട്ട് നിൽക്കുക. ഭൗതിക സുഖങ്ങളുടെ കാരകനായ ശുക്രന്റെ രാശിയായതുകൊണ്ടായിരിക്കാം ഇടവക്കൂറിൽ ഉൾപ്പെട്ട കാർത്തിക നക്ഷത്രജാതർ സുഖഭോഗങ്ങൾക്ക് വലുതായുള്ള പ്രാധാന്യം നൽകി കാണാറുണ്ട്. മധുരമായി സംസാരിച്ച് സദസ്സുകൾ കീഴടക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. കലാപരമായിരിക്കുന്ന കഴിവുകൾ ജന്മസിദ്ധമായുള്ള ഇവർക്ക് അതിനനുകൂലമായിരിക്കുന്ന സാഹചര്യം കിട്ടിയാൽ ശോഭിക്കുവാനും കഴിയുന്നതാണ്. അസാമാന്യമായ ബുദ്ധിശക്തിയുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാര്. സ്വന്തം ബുദ്ധിശക്തിയിൽ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുക എങ്കിൽ കൂടി ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസരിച്ചുള്ളതായിരിക്കുന്ന ജീവിത വിജയം പ്രായേണ ഇവരിൽ ഉണ്ടായി കാണാറില്ല. അതിന് കാരണം ഒരു പക്ഷേ സ്ഥിരമായി ഒന്നിനെ ലക്ഷ്യമാക്കി ത്യാഗങ്ങൾ സഹിച്ച് പ്രവർത്തിക്കുവാൻ ഇവർ തയ്യാറാകാത്തതുകൊണ്ടായിരിക്കാം. പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളവരായതുകൊണ്ടായിരിക്കും ഇവർക്ക് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത്. ബുദ്ധിശാലികളായ ഇവർ എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മറ്റുള്ള വ്യക്തികളിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളും പ്രശസ്തിയും ഇവരെ തൃപ്തിപ്പെടുത്താറുമില്ല. സ്വന്തമായി പ്രവർത്തിച്ച് വിജയം നേടുവാനാണ് ഇവർക്ക് താൽപ്പര്യം. അതിയായ ആദർശവും അഭിമാനബോധവും ഇവരുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾക്കും ഇടയാക്കിയേക്കും. മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കാര്യകാരണസഹിതം നിർദ്ദേശിച്ചു കൊടുക്കുവാനും ഇവർക്ക് കഴിവുണ്ടാകുമെങ്കിലും ആ കഴിവ് സ്വന്തം ജീവിതത്തിൽ ഇവർക്ക് ഉപകാരപ്പെടാറില്ല. സ്വന്തം കാര്യത്തിൽ അപ്പോഴപ്പോൾ തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനുമനുസരിച്ചാകും ഇവർ മുന്നോട്ടു പോവുക. ഈശ്വര വിശ്വാസികളാണ് ഇവരെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അതേപടി അംഗീകരിക്കുവാൻ ഇവർ തയ്യാറാകില്ല. അതിനാൽ തന്നെ പുറമേയുള്ളവർ നിരീശ്വരവാദികളായി തോന്നിയാലും ഇവർ അതിൽ അത്ഭുതമില്ല. വിധിയിൽ വിശ്വസിച്ചിരിക്കാതെ പ്രവർത്തിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഇവർ തികഞ്ഞ കർമ്മയോഗികളും ആയിരിക്കും. മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവർ പല മേഖലയിലും പ്രവർത്തിക്കുമെങ്കിലും നഷ്ടങ്ങളും ഇച്ഛാഭംഗവുമായിരിക്കും പലപ്പോഴും തിരിച്ചു ലഭിക്കുക. ന്യായദീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഇവർക്ക് ദുഃഖവും അപമാനവും ലഭിക്കുവാനുള്ളതായിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് സന്ദർഭത്തിനനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും കുതികാൽ വെട്ടിയും മുന്നേറാനുള്ളതായിരിക്കുന്ന അസമർത്ഥതയോ നയശൂന്യതയോ ആണ്. ദുർമോഹാദികൾക്കെല്ലാം അതീതമായ ചില ആദർശനിഷ്ഠകൾ മുറുകെ പിടിക്കുന്ന ഇവർക്ക് അധികാരസ്ഥാനങ്ങളിൽ നല്ല പോലെ ശോഭിക്കാൻ സാധിക്കും. സ്വതന്ത്രചിന്ത കൂടുതലായുള്ള ഇവർക്ക് കൂട്ടുപ്രവർത്തനങ്ങളിൽ വലിയ പുരോഗതി പൊതുവെ കാണാറില്ല. തൻ്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ കൂട്ടുകെട്ടുകൾ അതെത്ര തന്നെ പ്രയോജനമുള്ളതായാലും ശരി ഉപേക്ഷിച്ച് കളയാൻ ഇവർ രണ്ടാമതൊന്ന് ആലോചിക്കാറില്ല. നിസ്സാരമായ കാര്യങ്ങൾ മതി ഇവർ ദേഷ്യപ്പെടാൻ. ദേഷ്യമുണ്ടായാൽ പിന്നെ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലർ മുൻപിൻ ആലോചിക്കാതെ പ്രവർത്തിച്ചു എന്നും വന്നേക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശാന്തതയും സമചിത്തതയും പാലിക്കുവാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം പ്രവൃത്തികളിലെ ദോഷവശങ്ങളെ മറന്ന് വിജയത്തെ പ്രകീർത്തിച്ച് സ്വയം അഭിമാനിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവും ഇവരിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. പല വിധത്തിലുള്ളതായിരിക്കുന്ന ജീവിത പരിവർത്തനങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇവർക്ക് കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുവാനും അവരുടെ തെറ്റുകളെ ദയാവായ്പോടുകൂടി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തിരുത്തിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സും ഉണ്ടായിരിക്കും. സ്വയം നിരൂപണം ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർ അത് തന്നെ പൂർവ്വസ്ഥിതിയിലാക്കിയേക്കും എന്നുള്ളതാണ് രസകരമായിരിക്കുന്നൊരു വസ്തുത. ഈ നക്ഷത്രക്കാർക്ക് അച്ഛനേക്കാൾ ഉപരി അമ്മയോടായിരിക്കും ഇത്രേ കൂടുതൽ താല്പര്യം. മാതൃഭക്തി നല്ലതുപോലെയുള്ള ഇവർ അമ്മയുടെ വാത്സല്യവും പ്രത്യേക പരിഗണനയും വേണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹക്കാരായിരിക്കും. അച്ഛനെക്കുറിച്ച് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കുമെങ്കിൽ കൂടിയും പിതൃദത്തമായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ താരതമ്യേന ഇവർക്ക് കുറവായിട്ടാണ് കണ്ടുവരുന്നത്.
അതുപോലെ തന്നെ ഇവർ സ്വകുടുംബമോ സ്വദേശമോ തന്നെ അത്ര കണ്ട് ഗുണകരമായി കാണാറില്ല. മിക്കവാറും അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളുമാണ് ഇവർക്ക് ഗുണകരമായി തീരുക. സ്നേഹമുള്ളവരാണ് ഇവരെങ്കിലും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങിക്കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ മാനസികമായുള്ള സ്വൈരത മിക്കവാറും ഇവർക്ക് ഉണ്ടാകില്ല. വലുതായ കൃത്രിമങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന കുബുദ്ധി സ്വന്തമായി ഉണ്ടെങ്കിൽ കൂടിയും അതിയായ അഭിമാനബോധവും ധാർമ്മിക ചിന്തയും ഉള്ളവരായതുകൊണ്ട് അത്ര പെട്ടെന്ന് ചതിവോ വഞ്ചനയോ ഒന്നും ഇവരിൽ നിന്ന് ഉണ്ടാകില്ല. പലപ്പോഴും ആത്മാർത്ഥത അധികമായി ഉണ്ടായതിൻ്റെ ദോഷവശങ്ങളായിരിക്കും ഇവർക്ക് വിനയായി തീരുക. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ പൊതുവെ ഭാഗ്യവാന്മാരായാണ് കണ്ടുവരുന്നത്. പിതൃഭക്തിയും ഗൃഹഭരണ സാമർഥ്യവും മനോനൈർമല്യവുമുള്ളതായിരിക്കുന്ന പങ്കാളികളെയാകും ഇവർക്ക് കിട്ടുക. അതിനാൽ തന്നെ ഒരർത്ഥത്തിൽ ഇവർ ഭാഗ്യവാന്മാരാണ്. എന്നാൽ അവിടെ ഒരു അപൂർണത എന്തെന്ന് വെച്ചാൽ ഭാര്യയുടെ ആരോഗ്യക്കുറവിനാലോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ കൂടെ കൂടെ വിരഹം അനുഭവപ്പെടാമെന്നതിനാൽ തന്നെ ദാമ്പത്യ ജീവിത സുഖം പൂർണ്ണമായി ഇവർക്ക് ലഭിക്കണമെന്നില്ല. ഈ നക്ഷത്രജാതർ സുഖാഭിലാഷികളും കാമശീലരുമാണെങ്കിലും സന്മാർഗിക നിഷ്ഠയ്ക്ക് വലിയ വൈകല്യമുള്ള ഒന്നും തന്നെ സംഭവിക്കാറില്ല. കാർത്തിക നക്ഷത്രജാതരായിരിക്കുന്ന സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ മിക്കതും യോജിക്കുമെങ്കിലും ചില പ്രത്യേക ഫലങ്ങൾ കൂടിയുണ്ട്. കാർത്തികയിൽ ജനിച്ച സ്ത്രീകൾക്ക് കോപം മുന്നിട്ട് നിൽക്കുമത്രേ. കലഹ സ്വഭാവവും കാണിച്ചേക്കും. ഒന്നിലും പ്രത്യേക മമത കാട്ടാത്ത ഇവർക്ക് അധികം ബന്ധുക്കളും ഉണ്ടാകില്ല. എപ്പോഴും ഒരുതര ദേശീയ ഭാവവും ഇവരിലുണ്ടാകും. കഫപ്രകൃതിയായ ഇവരുടെ ദേഹം ചടച്ചിട്ടായിരിക്കുമെന്നാണ് പ്രമാണം. കാർത്തിക നക്ഷത്രജാതരായിരിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ അത്ര കണ്ട് സ്വൈരം ലഭിക്കാറില്ല. ഭർത്തൃ സൗഭാഗ്യങ്ങൾ കുറഞ്ഞോ ഭർത്തൃവിരഹം അനുഭവമായോ സന്താന ക്ലേശതകളായോ ഇവരിൽ അധികം പേരും കാണപ്പെടുന്നു. എന്നതിനാൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജാതകത്തിലെ ഗ്രഹനില പരിശോധിപ്പിച്ച് പ്രതിവിധികൾ നടത്തുന്നത് നല്ലതാണ്. കുടുംബസംബന്ധമായുള്ള എന്തെങ്കിലും ഒരു വിഷമം എപ്പോഴും ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരാണ് ഇവരെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങാറില്ല. അഹംബോധം അഥവാ ഈഗോ ഇവരിൽ അല്പം കൂടുതലായി തന്നെ കണ്ടുവരുന്നുണ്ട്. അത് നിമിത്തമായുള്ള മാനസിക വിഷമതകളും ഇവർക്കുണ്ടായിരിക്കും. കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സ്വൈരതക്കുറവോ നിമിത്തം ഇവർക്ക് ആരോഗ്യഹാനിയും ഉണ്ടാകും. സ്വയം തിരുത്തുന്ന ശീലം കൂടി ഇവർക്കുണ്ട്. അതിനാൽ വാക്കുമാറ്റി പറയുന്നവരാണോ ഇവരെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി പോലും ഭിന്നിക്കുന്നവരും അശരണകളായി കഴിയുന്നവരും ഈ നാളുകാരിൽ കണ്ടുവരുന്നുണ്ട്. കാർത്തിക നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 3 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടത നിറഞ്ഞ കാലഘട്ടമാണ്. ശേഷം 13 വയസ്സ് വരെ ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് പുരോഗതിയും വിദ്യാഗുണവും ഈ സമയത്തിലുണ്ടാകും. അതിനുമേൽ 20 വയസ്സ് വരെയുള്ള സമയം ഗുണദോഷ സമ്മിശ്രം. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള സമയം ഗുണപ്രദമാണെങ്കിൽ കൂടിയും 29 വയസ്സിന് ശേഷമായിരിക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക. വിവാഹം, സൽസന്താന പ്രാപ്തി, തൊഴിലഭിവൃദ്ധി തുടങ്ങിയ സൽഗുണങ്ങൾക്കൊപ്പം തന്നെ അപകീർത്തി, ആപദ്ഭീതി, ബന്ധുവിയോഗം തുടങ്ങിയ തിക്തഫലങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവമാകും. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ വളരെയധികം ശ്രേയസ്കരമായിരിക്കുന്ന സമയമാണ്. ഗൃഹനിർമ്മാണ യോഗം, വാഹനലാഭം, അധികാരപ്രാപ്തി, ദാമ്പത്യ സൗഖ്യം, കർമാഭിവൃദ്ധി മുതലായ നല്ല ഫലങ്ങൾ ഈ സമയത്തിൽ അനുഭവത്തിൽ വരും. 54 വയസ്സിന് ശേഷം ശാന്തമായ ജീവിതക്രമം രൂപപ്പെടുത്തുവാൻ ശ്രമിക്കണം. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ മകയിരം, പുണർദം, ആയില്യം എന്നീ നക്ഷത്രങ്ങളും. കാർത്തിക മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അഷ്ടമരാശിക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട നക്ഷത്രവും. കാർത്തിക നക്ഷത്രം എടവക്കൂറിൽ ജനിച്ചവർക്ക് അഷ്ടമരാശിയിൽ കൂറിൽപ്പെട്ടതായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായി കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ളതായിരിക്കുന്ന വിശ്വാസം. ഇവർക്ക് ചൊവ്വയുടെയും ബുധൻ്റെയും വ്യാഴൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായ കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാരകർമ്മങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിത്യവും സൂര്യനെയും ശിവനെയും പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രത്തിൻ്റെ നാഥൻ സൂര്യനായതുകൊണ്ട് തന്നെ ആദിത്യ ഹൃദയമന്ത്രം പതിവായി ജപിക്കുന്നതും നിത്യവും രാവിലെ അല്പസമയം ആദിത്യ പ്രാർത്ഥനയോടുകൂടി വെയിലേൽക്കുന്നതും നല്ലതാണ്. ശിവസ്തോത്രങ്ങൾ ജപിക്കുന്നതും ദോഷങ്ങൾ അകലാൻ ഉത്തമമാണ്. കാർത്തിക, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, വ്രതം, ജപം തുടങ്ങിയ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ
പരിപാടികൾ നടത്താവുന്നതാണ്. മേടം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ ഭദ്രകാളി മുതലായ ഉഗ്രരൂപികളായ ഭഗവതിമാരെയും, ജാതകത്തിൽ ചൊവ്വ ഇനി ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും, ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തികക്കാർ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി തുടങ്ങിയ ശാന്തരൂപികളായ ദേവിമാരെയും ഭജിക്കുന്നത് നല്ലതാണ്. അത്തം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം അത്തിയാണ്. മൃഗം ആടാണ്. നക്ഷത്രപക്ഷി പുള്ളാണ്. നക്ഷത്രയോനി സ്ത്രീയോനി. അസുരഗണം. നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. മുകളിൽ പറഞ്ഞ പക്ഷിമൃഗാദികളെ ഒന്നും കാർത്തിക നക്ഷത്ര ജാതർ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം ചുവപ്പും വെളുപ്പുമാണ്. ഭാഗ്യദിക്ക് കിഴക്കും തെക്കുമാണ്. ഭാഗ്യദിവസം ഞായറാഴ്ചയാണ്. ഭാഗ്യസംഖ്യ 1 കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം മാണിക്യമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ. കാർത്തിക